ശേഷാദ്രിനാഥൻ്റെ സംഘപരിവാർ ബന്ധം യു.ഡി.എഫിൽ അതൃപ്തി പുകയുന്നു. ഗവർണറുടെ ശക്തമായ ഇടപെടലിലാണ് പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിച്ചത്. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ നിയമ സെക്രട്ടറിയായിരുന്ന സനൽകുമാറിനെ നിയമിച്ചുകൊണ്ട് ഗവർണർക്ക് ശുപാർശ ചെയ്തതാണ്. അന്ന് ഗവർണർ അത് നിരസിച്ചിരുന്നു. പുതിയ സർക്കാർ വന്നതിന് ശേഷം ആണ് ഗവർണറുടെ നിർദ്ദേശപ്രകാരം പുതിയ പേര് നൽകിയത്. പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായ ശേഷാദ്രിനാഥൻ പഠിക്കുന്ന കാലത്ത് SFI നേതാവായിരുന്നു. പിന്നീട് സംഘപരിവാറുമായാണ് ബന്ധം. ലക്ഷദ്വീപ് ജില്ലാ ജഡ്ജിയായിരുന്ന ശേഷാദ്രിനാഥൻ വിരമിച്ചത് കഴിഞ്ഞ മെയ് മാസത്തിലാണ്. ശേഷാദ്രിനാഥന് യാത്രയയപ്പ് നൽകിയത് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ കോട പട്ടേലിൻ്റെ നേതൃത്വത്തിലാണ്. പ്രഫുൽ പട്ടേൽ ഗുജറാത്തിൽ നരേന്ദ്രമോദി സർക്കാരിൽ മന്ത്രിയായിരുന്നു. പുതിയ അഡ്വക്കേറ്റ് ജനറലായി നിയമിതനായ ജയ്ജു ബാബുവിൻ്റെ പിന്തുണയും ശേഷാദ്രിനാഥന് ഉണ്ടായിരുന്നു. ജയ്ജു ബാബുവും സംഘപരിവാർ ബന്ധമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മുഖ്യമന്ത്രി VD സതീശൻ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തപ്പോൾ കൂടെ പ്രവർത്തിച്ച ആളാണ്. ഈ രണ്ട് നിയമനവും UDFിലോ കോൺഗ്രസിലോ ചർച്ച ചെയ്യാതെ എടുത്ത തീരുമാനങ്ങളാണ്. രണ്ടിലും സംഘപരിവാറിൻ്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നിയമസഭ ലോക്സഭാ മണ്ഡലങ്ങളുടെ പുനർനിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നിർണായക പങ്കുവഹിക്കുന്നത്. മണ്ഡല പുനർനിർണയം അടുത്തിരിക്കെ കോൺഗ്രസിന് ഇത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനത്തിൽ മുസ്ലിം ലീഗിനും അതൃപ്തിയുണ്ട്. ശേഷാദ്രിനാഥൻ മുഖ്യമന്ത്രിയുടെ സ്വദേശമായ ആലുവ ദേശം സ്വദേശിയുമാണ്. നിയമനത്തിൽ പാർട്ടിയിൽ ചർച്ച ഉണ്ടായിട്ടില്ല. മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരുടെ വകുപ്പുകളിൽ തുടർച്ചയായി വിവാദങ്ങൾ ഉണ്ടാകുന്നതിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിൽ PM ശ്രീ, തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ പാർപ്പിട പദ്ധതി തുടങ്ങിയ വിഷയങ്ങളിൽ BJPയുമായുള്ള ഡീൽ ആരോപണം ഉയർന്നതിന് പിന്നാലെയാണ് ശേഷാദ്രിനാഥൻ്റെ നിയമനവും വിവാദമാകുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനത്തിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ എതിരഭിപ്രായമുള്ള വ്യക്തിയെ ലീഗിൻ്റെ വകുപ്പിൽ നിയമിച്ചതിലും പാർട്ടിയിൽ കടുത്ത എതിർപ്പുണ്ട്. ശേഷാദ്രിനാഥൻ്റെ സംഘപരിവാർ ബന്ധത്തെക്കുറിച്ച് കോൺഗ്രസ് നേതാക്കൾ വരെ കുറ്റപ്പെടുത്തിയപ്പോഴും മന്ത്രി KM ഷാജി ന്യായീകരിക്കാൻ തിടുക്കം കാണിച്ചു എന്ന വിമർശനവും ഉയരുന്നുണ്ട്. സംഘപരിവാർ സംഘടനകളുമായി അടുത്ത ബന്ധമുള്ള ആളാണ് ശേഷാദ്രിനാഥനെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന സുപ്രധാന പദവിയിൽ അദ്ദേഹത്തെ നിയമിക്കുന്നത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും കഴിഞ്ഞ ദിവസം KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് വെളിപ്പെടുത്തിയിരുന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെയും KPCC പ്രസിഡന്റും മന്ത്രിയുമായ സണ്ണി ജോസഫിനെയും PM നിയാസ് കണ്ട് ഈ വിഷയത്തിലുള്ള ആശങ്ക അറിയിച്ചിരുന്നു. ശേഷാദ്രിനാഥൻ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച BJP അനുകൂല കുറിപ്പുകൾ അടക്കം നിയാസ് ചെന്നിത്തലക്ക് കൈമാറിയിട്ടുണ്ട്. നിയാസ് മുഖ്യമന്ത്രിയെയും കാണാൻ ശ്രമിച്ചെങ്കിലും കൂടിക്കാഴ്ച ഇതുവരെ നടന്നില്ല. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി എന്നിവർ വിവാദ വിഷയം മുഖ്യമന്ത്രി VD സതീശനുമായി ചർച്ച ചെയ്തതായി സൂചനയുണ്ട്. പ്രധാന തസ്തികകളിലെ നിയമനങ്ങൾ വിവാദമാകുന്നത് കോൺഗ്രസിലും UDFിലും കടുത്ത അതൃപ്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി, പറയും എന്തെങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്സും ഇന്റീരിയർ വർക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയെന്നാണെങ്കിൽ മോഡുലർ കിച്ചണും ഇന്റീരിയർ വർക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ